മഹാനായ നബിയുല്ലാഹി ദാവൂദ് നബി ഉറങ്ങുന്നുണ്ടോ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് നബിന്റെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇവർ. തൗറാത്തിന്റെ അഹ്ലുകാരുടെ ജുമുഅയുടെ ദിവസം ശനിയാഴ്ച. ഇഞ്ചീൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇഞ്ചീലിന്റെ ആളുകളുടെ ജുമുഅ യൗമുൽ അഹദ്, ഞായറാഴ്ച. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ജുമുഅ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച. നോക്കിങ്ങള്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ അധികം മത്സ്യബന്ധനത്തിന് പോയി മീൻ പിടിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ശനിയാഴ്ച നേരത്തെ ടിക്കറ്റ് എടുക്കുന്ന കഥ പറഞ്ഞില്ലേ, പൈസ കുറവുണ്ട്. അന്ന് പറഞ്ഞ പോലെ ഈ ജുമുഅന്റെ ദിവസം ശനിയാഴ്ച ദിവസം അവർക്ക് മത്സ്യം നല്ലോണം കിട്ടുകയാണ്. വലയിൽ നല്ല മത്സ്യം. വെള്ളിയാഴ്ച അത് കിട്ടൂല, ഞായറാഴ്ചയും കിട്ടൂല. ശനിയാഴ്ച നല്ല മത്സ്യമാണ്. ശനിയാഴ്ചയാണ് ഓരോ ജുമുഅ. അപ്പൊ ജുമുഅക്ക് പോകാതെ മീൻ പിടിക്കാൻ പോയാൽ നല്ല ലാഭമുണ്ട്. അതുകൊണ്ട് ആളുകൾ പള്ളിയിൽ വരാണ്ട്, നിസ്കരിക്കാൻ വരാണ്ട് മീൻ പിടിക്കാൻ പോവാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, പറ്റൂല, ജുമുഅ ഒഴിവാക്കിയിട്ട് മത്സ്യബന്ധനത്തിന് ഇറങ്ങല്ലേ, അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇവര് പരിഹസിച്ചു. ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞത് കേട്ടില്ല. കുറെ ആളുകൾ മത്സ്യബന്ധനത്തിന് പോയപ്പോൾ അല്ലാഹു തആല പറയുന്ന ഖുർആനിൽ നമ്മൾ അവരോട് പറഞ്ഞു, കുനൂ ഖിറദതൻ ഖാസീൻ, നിങ്ങൾ തരം താഴ്ന്ന നിലക്ക് നിങ്ങൾ കുരങ്ങന്മാരാവുക. ടീം അങ്ങനെ കുരങ്ങന്മാരായി പോയി. ആ കുരങ്ങിന്റെ മക്കളല്ല ഇപ്പൊ ഉള്ള കുരങ്ങ് കൊണ്ട് കല്ലെടുത്തെറിയാൻ നിൽക്കണ്ട. ആ കുരങ്ങെല്ലാം അന്നേരം തന്നെ തീർന്നുപോയി. 2 ദിവസം കൊണ്ട് അവരെല്ലാം മരിച്ചു, ഒക്കെ ചത്ത് തീർന്നുപോയി. ചിലൾ അങ്ങനെ പറയും, ആ കുരങ്ങിന്റെ മക്കൾ അങ്ങനെയല്ല, കുരങ്ങെല്ലാം അന്ന് പോയി. കുരങ്ങന്മാരാവുക എന്നുള്ള പറയാണ്. അപ്പൊ ആ കുരങ്ങന്മാരായി കോലം മറിച്ചത് കണ്ടില്ലേ നിങ്ങള്? നമ്മൾ ജുമുഅ ഒഴിവാക്കിയിട്ട് നമ്മളിൽ എന്തേ പെർച്ചായിയോ പാമ്പോ ഒന്നും ആകാതിരുന്നത്? അതാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തങ്ങളെ ബഹുമാന, ആ മുത്തുനബിന്റെ മദ്ഹാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളാണ് എന്ന പ്രത്യേകതയാണ്. അത് ദുനിയാവിൽ മാത്രമല്ല, ആഖിറത്തിലും പ്രതിസന്ധി ഉള്ളപ്പോഴൊക്കെയും അങ്ങനെ തന്നെ. സുഫൈന റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഭയങ്കര ഗൗരവത്തിൽ ഒരു സിംഹം മുന്നിലേക്ക് വന്ന് ചാടിയത്. ജടവറപ്പിച്ച് അക്രമകാരിയായ സിംഹം മുമ്പിൽ ചാടിയ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ? ഒരൽപ്പം പോലും പതർച്ചയില്ലാതെ സുഫൈന റളിയല്ലാഹു അൻഹ ചാടി വരുന്ന സിംഹത്തോട് പറയുന്നു, ഇത്തഖീ അന മൗലാ റസൂലില്ലാഹ്, സൂക്ഷിച്ചോ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. സൂക്ഷിക്കണേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. ഇത് പറയുമ്പോഴേക്ക് ഗൗരവത്തിൽ നിന്ന സിംഹം അതിന്റെ ജടകളൊക്കെ താഴ്ത്തിവെച്ച് അതിന്റെ ഗൗരവം ഒന്ന് ക്ഷമിച്ച് ഈ സുഫൈന റളിയല്ലാഹു അൻഹുവിന് ബോഡി ഗാർഡായി എന്നാ പറയുന്നത്. അമയ്യകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ ഉസ്ദു ഫീ അജാമിഹാ തജ്മീ. ദുനിയാവിൽ സഹായമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാളെ ആഖിറത്തിലേക്ക് എത്തിയാലോ സ്വർഗത്തിൽ ഒരു ടീം ഇങ്ങനെ പാറിക്കളിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിൽ ഒരു ടീം ഇങ്ങനെ ചിറക് കൊണ്ട് പാറി പാറി കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖസനത്തുൽ ജന്നത്ത് അവരോട് ചോദിക്കുന്നു, സ്വർഗത്തിന്റെ പാറാവുകാര് ചോദിക്കുന്നു, നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഗൗരവമുള്ള സംഗതിയാണ് ഹിസാബ് എന്ന് പറയുന്നത്. ഭയങ്കര കടുപ്പുള്ള സംഗതിയാണ് ഹിസാബ്. അല്ലാഹു നമ്മളെ എളുപ്പം ചെയ്തു തരട്ടെ. ചില ആള് ദുബൈയിൽ ഇറങ്ങിയാൽ കാണുന്നില്ലേ, ഗൾഫിലെ എയർപോർട്ടിൽ ഇറങ്ങിയ ആള് വേഗം, പ്രവാസികൾക്ക് വേഗം മനസ്സിലാവും. ആ പാസ്പോർട്ട് ആ മെഷീന്റെ മുകളിൽ വെച്ചിട്ട് ഒരു പോക്കുണ്ട്, പച്ച കത്തിയാല് ഒരു സമാധാനം, മാഷാ അല്ലാഹ് അല്ലേ? അപ്പൊ ആ പച്ച കത്തുമ്പോ ഒരു വെലിയുണ്ട്, അത് വെച്ച് മെയിൻറ്റാക്കിയില്ല. മെഷീന് വലിക്കാൻ പറയും, പാസ്പോർട്ട് പിന്നെയും വലിക്കുന്നു, വലിച്ചിട്ട് പിന്നെയും നേരാവില്ല. ലാസ്റ്റ് അവര് കൂട്ടിക്കൊണ്ടിട്ട് മറ്റേ ക്യൂ നിൽക്കുന്ന നിർത്തും. അയാള് കുറെ ചോദ്യം ചോദിച്ചു, ആ റൂമിലാക്കി ഈ റൂമിലാക്കി ആകെ അലാക്കി. സുബ്ഹാനല്ലാഹ്. അപ്പൊ അപ്പുറം പോയിട്ട് മറ്റവനിങ്ങനെ കാത്തു നിൽക്കണം. ഗ്രീൻ ചാനലിൽ ഇറങ്ങിയതാ, ഹിസാബ് ഇല്ലാണ്ട് കയറി. വേഗം മനസ്സിലാക്കാൻ പറഞ്ഞതാ. ഹിസാബ് ഭയങ്കര കടുപ്പാണ്.
ഹിസാബ് ഭയങ്കര പ്രശ്നമാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹിസാബ് ഭയങ്കര ഗൗരവമാണ്. ഖിയാമത്ത് നാളിലെ മഹ്ശറിലെ ചില കൗതുകങ്ങളെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ മഹ്ശറിലേക്ക് കൊണ്ടുവരികയാണ്. ഹിസാബ്, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹിസാബ് വിളിക്കാണ്ട് ഒന്നും ചോദിക്കാണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹിസാബിന് വരികയാണ് ഒരാള്. അയാൾ ആരാന്നറിയോ? നമ്മളെ മുതുകുന്നിയില് സുബഹിക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ച ആളല്ല, ഖുർആൻ ഓതിയ ആളല്ല. അയാൾ എവിടെന്നാ നിസ്കരിച്ചെന്നറിയോ? എവിടെന്നാണ് അയാൾ അല്ലാഹു ഇബാദത്ത് ചെയ്തത്? കടലിന്റെ നടുക്കുന്ന, കടലിന്റെ ഒരു സൈഡില്, കടലിന്റെ നടുക്ക് ഒരു ചെറിയ തുരുത്ത്. ആ തുരുത്തില് അയാൾ അവിടെ മുസല്ലിട്ട് നിസ്കരിക്കുകയാണ്. എത്ര വർഷം? 500 കൊല്ലം. സുബ്ഹാനല്ലാഹ്, 500 കൊല്ലം മുൻഗാമികളായ ഒരാളെ പറ്റിയിട്ട് മുത്തനബി പരിചയപ്പെടുത്താണ്. ആയിരക്കണക്കിന് കൊല്ലം താമസിക്കുന്നവരും ജീവിക്കുന്നവരുമാണ് അവര്. 500 കൊല്ലം ജീവിച്ച ഒരാൾ, അയാൾക്ക് അല്ലാഹു തആല കൊടുത്ത സൗകര്യം, അയാൾ കടലിന്റെ നടുക്ക് ഒരു സ്ഥലത്ത് ഒരു ചെറിയ പ്രദേശം, ഒരു തുരുത്ത്, അവിടെ മുസല്ലിട്ട് നിസ്കരിക്കുകയാണ്. അയാൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഭക്ഷണം ആരാ കൊടുക്കുക? അയാൾക്ക് വിശക്കുമ്പോൾ ഒരു ചെറിയ ചെടി മുളച്ചു വരികയാണ്. അതിന്റെ മേലെ അയാൾക്ക് ആവശ്യമുള്ള ഫലം കിട്ടുകയാണ്. അത് കഴിച്ചിട്ടാണ് അയാൾ ഇബാദത്ത് ചെയ്യുന്നത്. അയാൾക്ക് വെള്ളം കുടിക്കണ്ടേ? കടലിലെ ഉപ്പുവെള്ളല്ലേ ഉള്ളത്. അയാൾക്ക് വെള്ളം ആവശ്യമാകുമ്പോൾ അവിടെ ഒരു ചെറിയ ഉറവ് പൊട്ടും. ആ പൊട്ടുന്ന ഉറവിൽ നിന്ന് നല്ല തെളിനീര് കിട്ടും. അതുകൊണ്ട് അയാൾ ഇതെടുത്തിട്ട് വെള്ളം കുടിക്കുകയാണ്. അയാൾ എപ്പോഴും അല്ലാഹുവിനോട് ദ്വാരക്കുന്നു, അല്ലാഹ്, ഞാൻ മരിക്കുമ്പോൾ എന്നെ സുജൂദിൽ കിടക്കുന്ന സമയത്ത് എന്നെ മരിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ സുജൂദിൽ കിടക്കുമ്പോൾ തന്നെയാണ് അയാൾ മരിക്കുന്നത്. എന്തൊരു ഇബാദത്ത്! ഒരൊറ്റ മനുഷ്യൻ കാണണോ കേൾക്കണോ എന്ന് അയാളെ കൽബിൽ ഉണ്ടാകൂല. നമ്മള് മുസഹഫ് എടുത്താൽ തന്നെ വിചാരിക്കും, മുസാഫ് എടുത്തിട്ട് ഇങ്ങനെ ഓതുമ്പോ ഒരാൾ ബെല്ലടിച്ചു, നമ്മള് മുസാഫ് ഇങ്ങനെ പിടിച്ചിട്ട് നേരെ പോയി ഡോർ തുറക്കും. നമ്മളെ കൽബിൽ അൽഹംദുലില്ലാഹ് വന്ന സമയത്തിൽ നല്ല സമയം, നിസ്കരിക്കുന്ന സമയം, മാഷാ അല്ലാഹ്. ളുഹാ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോഴാണ് ബെല്ലടിക്കുന്നത്. കുട്ടി പോയിട്ട് ബാലോർക്കുമ്പോൾ നിസ്കരിക്കുന്നത് നമ്മൾ കരുതും, ഉപ്പ നിസ്കരിക്കുന്നു പറഞ്ഞാൽ മാഷാ അല്ലാഹ് ഉസ്താദ് ളുഹാ നിസ്കരിക്കുന്ന ആളാണ്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. മനുഷ്യന്മാര് കാണാനും കേൾക്കാനും ഒന്നും ചെയ്യരുത്. അല്ലാഹ് കാണാനും കേൾക്കാനും മാത്രം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു അമലുല്ലി അജലിന്നാസി ശിർകുൻ തർകുഹു ലിന്നാസി ദാകഹു വരിയാഹു സബലലാ. ആള് കാണാനും കേൾക്കാനും ചെയ്യരുത്, പറയരുത്. ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസം ബിഇബിലിൻ മുസ്ലിലാ. ജനങ്ങളെ ഇബാദത്ത് കാണാൻ വേണ്ടി ചെയ്യുമ്പോഴല്ല, ഒരു മൃഗം, ഒരു ഒട്ടകത്തിന്റെ അല്ലെങ്കിൽ ഒരു കോഴിന്റെ മുമ്പ് നമ്മൾ ഖുർആനോദി നമ്മൾ വിചാരിക്കും, ഈ കോഴി ഞാൻ നല്ല ഖുർആനോദുന്ന ആളാന്ന് വിചാരിക്കട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല. അതുപോലെ ആര് വന്നാലും അയാൾ കേട്ടാലും കേട്ടിട്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. ഒരു പശുവിന്റെ മുമ്പ് നമ്മൾ ഇങ്ങനെ ഖുർആനോദുമ്പോ പശുവിന് നല്ല ഉഷാറുണ്ട്, ഇന്നല്ല പാല് കിട്ടുന്ന വിചാരിക്കോ? ഇല്ല. ഒരു പശുവിനെ, ഒരു മൃഗത്തെ കാണുമ്പോ എങ്ങനെയാണ്, അതുപോലെ ആര് കണ്ടാലും ഇബാദത്തിന്റെ വിഷയത്തിൽ അയാൾ കണ്ടാലും കണ്ടില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അങ്ങനെ ആകുമ്പോഴേ ഒരാൾ ഈമാൻ പൂർണ്ണാകൂന്നാ പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, നടുക്കടലിൽ ഒരാളും വന്ന് സഹായിക്കാൻ, ആരും വന്ന് കാണാനും കേൾക്കാനുമില്ല. അങ്ങനത്തെ സ്ഥലത്ത് 500 കൊല്ലത്തെ തികഞ്ഞ ഇബാദത്ത് അയാള് നാളെ മഹ്ശറിൽ വരികയാണ്. മഹ്ശറിൽ വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് പറയുന്നു, നിങ്ങൾ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയിക്കോ. നിന്റെ ഔദാര്യം കണ്ട്, എന്റെ ഔദാര്യം കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോയിക്കോ. അപ്പൊ ഇയാൾ അല്ലാഹുവിനൊരു തിരുത്തു കൊടുക്കുകയാണ്. ഇയാള് പറയുന്ന, അല്ലാഹ്, നിന്റെ ഔദാര്യം എന്ന് പറയുന്നതിനേക്കാൾ എന്റെ അവകാശം എന്ന് പറയലല്ലേ റബ്ബേ ശരി. കാരണം ഞാൻ 500 കൊല്ലം കടലിന്റെ നടുക്കുന്ന ഇബാദത്ത് ചെയ്ത ആളല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും സ്വർഗത്തിന് ചെറിയ അവകാശം ഇല്ലേ? അപ്പൊ നിന്റെ ഔദാര്യം എന്ന് പറയുന്നതിനേക്കാൾ എന്റെ അവകാശം എന്ന് പറയലല്ലേ റബ്ബേ
ശരി. അള്ളാഹുവിന്റെ തീരുമാനത്തിനൊരു ചെറിയ എതിരി പ്രകടിപ്പിച്ചപ്പോൾ, ഒരഭിപ്രായ പ്രകടനം നടത്തിയപ്പോ മുത്തുനബി പറയാണ്, മഹ്ശറിലെ ഹിസാബിന്റെ സമയത്തുള്ള ഒരു ചെറിയ ഒരു സംഭവം ഇങ്ങനെ പറയാണ്, വരാനിരിക്കുന്ന ഒരു സംഭവത്തെ മുത്തുനബി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹിസാബ് എടുത്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഹിസാബ് എടുത്ത് കണക്കൂട്ടി നോക്കിയാലോ? ഇയാള് പറയുന്ന, ഹിസാബ് എടുക്കൂ, പ്രശ്നമില്ല. കാരണം ഇയാൾക്കറിയാം ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതൊന്നും ചെയ്തിട്ടില്ല. 500 കൊല്ലത്തെ ഇബാദത്ത് എന്തായാലും ജയിക്കുമെന്ന് അയാൾക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയാളോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, ആരും കാണാതെ, ഒരാളെയും സഹായമോ ശല്യമോ ഇല്ലാതെ, ഒരാളും നിന്നെ പ്രയാസപ്പെടുത്താതെ, കടലിന്റെ സെന്ററിൽ ഒരു സ്ഥലത്തൊരു ചെറിയ തുരുത്തൊരുക്കിയിട്ട് നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം നൽകിയവനാരാണ്? അന്തയാ അല്ലാഹ്. ഇയാള് പറയുന്ന, റബ്ബേ അത് നീയാണ്. അല്ല മനുഷ്യ, ഈ സ്ഥലത്ത് നിനക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, നിനക്ക് ആവശ്യമുള്ള വെള്ളം ദാഹം വരുമ്പോ, നീ ആ താല്പര്യപ്പെടുമ്പോ, ഈ ചെറിയ കടലിന്റെ നടുവില് ഒരു ചെറിയ തുരുത്തൊരൽപ്പം പ്രദേശം മാത്രം, അവിടെ നല്ല വെള്ളം, നിനക്ക് ആവശ്യമുള്ള കുടിവെള്ളം, കലർപ്പില്ലാത്ത ഉപ്പില്ലാത്ത വെള്ളം തന്നവനാരാണ്? അതും നീ തന്നെയാണ് അല്ലാഹ്. പിന്നെയും അല്ലാഹു തആല ചോദിക്കും, നല്ല മനുഷ്യ, നിനക്ക് വിശക്കുമ്പോ ഒരു ചെറിയ സസ്യം മുളപ്പിച്ച് അതിലൂടെ ഒരു ചെറിയ പഴം തന്ന് നിന്റെ ആവശ്യം നിറവേറ്റിയവനാരാണ്? അന്തയാ അല്ലാഹ്. അതും നീ തന്നെയാണ് അല്ലാഹ്. അല്ലാഹു തആല പിന്നെയും ചോദിക്കും, നല്ല മനുഷ്യ, നീ എപ്പോഴും എന്നോട് ദ്വാരക്കാറുണ്ട്, സുജൂദ് കിടന്നിട്ട് എന്നെ മരിപ്പിക്കണേന്ന്. ആ ദുആ സ്വീകരിച്ചിട്ട് നിന്റെ റൂഹ് പിടിക്കാൻ സമയമായപ്പോൾ, റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്തിനോട് നീ സുജൂദിൽ കിടക്കുമ്പോ തന്നെ റൂഹ് പിടിക്കണമെന്ന് ഓർഡർ ഇട്ടവനാരാ? അതും നീ തന്നെയാണ് അല്ലാഹ്. ഇതെല്ലാം സമ്മതിപ്പിച്ചിട്ട് അല്ലാഹ് പറയുന്നു, എന്നാൽ നമുക്ക് ഹിസാബ് എടുക്കാം. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു സുബ്ഹാനഹു വ തആല 500 കൊല്ലത്തെ ഇബാദത്തിന്റെ കണക്കൊരു തുലാസിൽ വെക്കാണ്. ഇയാൾക്ക് കൊടുത്ത 2 കണ്ണില്ലയോ? കണ്ണിന്റെ കാഴ്ചയില്ലയോ? കാഴ്ചയുടെ അനുഗ്രഹമില്ലയോ? അതിന്റെ അളവില്ലയോ? ആ കണ്ണിന്റെ അളവ് മറ്റേ തുലാസിലും അങ്ങ് വെച്ചപ്പോ ഈ കണ്ണിന് കിട്ടിയ ഔദാര്യത്തിന്റെ പകരം 500 കൊല്ലത്തെ ഇബാദത്ത് പോരാ. ഇബാദത്ത് പോരാ. ആ ഹിസാബിൽ പരാജയപ്പെട്ടു പോയി. സബാനിയാക്കൾ ഇയാളെ അങ്ങ് പിടിക്കാണ്. ഇന്നലദൈനാ അൻകാലം വജഹീമാ വതുഅമൻ ദഗുസ്സത്തിൻ വഅദാബൻ അലീമാ. കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ട് എന്ന് പറഞ്ഞില്ലേ? മേലെ തലയോട്ടി വരെ പിളർത്തിയിട്ട് താടിയല്ല താഴെ നെഞ്ചു വരെ വലിച്ചു കീറിയിട്ട് യുഖദു ബിന്നവാസി വല്ലഖദാ, മുർദാവും പാദങ്കാലും വലിച്ചു കെട്ടുമെന്ന് പറഞ്ഞില്ലയോ? ആ സബാനിയാക്കള് വലിക്കാണ്. ഇയാളെ നരകത്തിന്റെ ഭാഗത്തേക്ക് 500 കൊല്ലത്തെ ഇബാദത്ത് കൊണ്ടും തോറ്റുപോയ മനുഷ്യനെ നരകത്തിന്റെ ഭാഗത്തേക്ക് വലിക്കുമ്പോൾ അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇയാൾ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കുകയാണ്. അല്ലാഹു ചോദിക്കും, എന്തിനാണ് എന്റെ അടിമ തിരിഞ്ഞു നോക്കുന്നത്? അപ്പൊ ഇയാൾ കരഞ്ഞുകൊണ്ട് പറയും, റബ്ബേ, ഞാൻ 500 കൊല്ലം നിനക്ക് ഇബാദത്ത് ചെയ്തവനാണ്. ആരും കാണാതെ, ഒരാളും കേൾക്കാതെ, അങ്ങനത്തെ ഒരു ചിന്ത കൽബിൽ വരാതെ ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്തവനാണല്ലോ അല്ലാഹ്. നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയിക്കോന്ന് നീ പറഞ്ഞതുമാണ്. പക്ഷെ എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാനൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ടു പോയി. ഹിസാബിൽ ഞാൻ പൊട്ടിപ്പോയി. നീ എന്നെ നരകത്തിലേക്ക് വിടുന്നത് നിന്റെ നീതിയാണ്. നീ സ്വർഗം തന്നതാണ്, എന്റെ വാക്കുകൊണ്ട് തോറ്റുപോയതാണ്. നീ നിയമം നടപ്പാക്കി, നീതി നടപ്പാക്കി ഞാൻ നരകാവകാശിയായി മാറിയതാണ്. പക്ഷെ എന്നാലും നീ കൃപയുള്ള റബ്ബല്ലയോ? എന്നാലും നീ ദയാലുവായ റബ്ബല്ലയോ? നീ അർഹമുർ റഹീമായ റബ്ബല്ലയോ?
500 കൊല്ലം ഇബാദത്ത് നിനക്ക് വേണ്ടി ചെയ്ത ഒരു സാധു ഒരു വാക്ക് പിഴ കൊണ്ട് തോറ്റുപോയാലും അത് നിനക്ക് ക്ഷമിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ അതിനേക്കാൾ വലിയ തെറ്റ് ക്ഷമിക്കുന്നവനല്ലേ റബ്ബേ. ആ പ്രതീക്ഷയിലാണ് എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങി മടങ്ങി നോക്കിയത്. ഉടനെ റബ്ബ് പറയുന്നു, സബാനിയാക്കളെ അദ്ദേഹത്തെ വിടൂ, റഹ്മത്തിന്റെ മലക്കുകളെ അദ്ദേഹത്തെ സ്വീകരിക്കൂ. എന്റെ റഹ്മത്തിൽ ആശ വെച്ച് 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യനെ നരകത്തിലിടണ്ട. ഞാൻ പറഞ്ഞത് ഈ മഹ്ശറിലുള്ള ഒരു കൗതുകമാണ്. ഹിസാബ് വളരെ കടുപ്പമുള്ളതാണ്. മലക്കുകൾ ചോദിക്കുകയാണ് ഈ പാറിക്കളിക്കുന്ന ആളുകളോട്, നിങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ലേ? സ്വർഗത്തിൽ പാറിക്കളിക്കുന്ന ടീം പറഞ്ഞു, ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല, ഞങ്ങൾ ഹിസാബ് ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ മലക്കുകൾ ചോദിക്കും, നിങ്ങൾ സുറാത്ത് കടന്നിട്ടുണ്ടോ? സുറാത്ത് കടന്നിട്ടാണോ വന്നത്? സുറാത്ത് എന്ന് പറഞ്ഞാൽ മുടിയേക്കാൾ നേർന്നതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും കത്തിക്കാളുന്ന കൂരിരുട്ടുള്ള ജഹന്നമിന്റെ മേലെ ഫിറ്റാക്കിയതുമാണ്. ഭയങ്കര കടുപ്പാണ്. നമ്മളെ നാട്ടിലെ 6 വരി പാതക്ക് ഫിറ്റാക്കിയ റോഡ് പോലല്ല, ഭയങ്കര പ്രയാസാണ്. 5000 വർഷം ഇറങ്ങണം. 5 കൊല്ലമല്ല, 5000 വർഷം. 5000 വർഷം നേരെ നടക്കണം. 5000 വർഷം കയറണം. ഒട്ടകപ്പുറത്ത് ശരാശരി വേഗതയുള്ള ഒരു ഒട്ടകപ്പുറത്ത് 15000 വർഷം ഒരാള് സഞ്ചരിക്കേണ്ട ദൂരമാണ് സുറാത്തിന്റെ ദൂരം. ആ ദൂരത്തേക്ക് പോണ്ടേ. അള്ളാഹു നമുക്ക് എളുപ്പം ചെയ്തു തരട്ടെ. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഈ അടിമകളോട്, സ്വർഗത്തിൽ പാറി കളിക്കുന്നവരോട് ഈ സ്വർഗത്തിന്റെ പാറാവുകാര് ചോദിക്കുന്നല്ല, നിങ്ങൾ സുറാത്ത് കണ്ടിട്ടുണ്ടോ? സുറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ സുറാത്ത് കണ്ടിട്ടുണ്ടോ? ഇവര് പറഞ്ഞു, നമ്മൾ സുറാത്ത് ഒന്നും കണ്ടിട്ടില്ല. അവനെ മലക്കുകൾ ചോദിക്കും, നല്ല പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വലിയ ദർജയിലെത്തിയത്? അതിന് ഈ സ്വർഗത്തിൽ പാറിക്കളിക്കുന്നവരുടെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുത്തുനബിന്റെ ആളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ തങ്ങൾ ആളാണ്. അബദനല്ലാഹു സിർറൻ ഫി ദാരി ദുനിയ, ദുനിയാവിൽ ഞങ്ങൾ അള്ളാഹ്ക്ക് രഹസ്യ ഇബാദത്ത് ചെയ്തു. അതുകൊണ്ട് അള്ളാഹു തആല രഹസ്യമായി ഞങ്ങളെ സ്വർഗത്തിൽ എത്തിച്ചതാണ് ആഖിറത്തില്. ആ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ അത് റമളാനിലെ നോമ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റജബ് മാസമാണ്, ശഅബാൻ വരാൻ പോവാണ്, റമളാൻ തൊട്ടടുത്ത് മുന്നിൽ നിൽക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. മുത്തുനബിന്റെ ദുആ മുൻകടന്ന വളരെ പ്രസിദ്ധമായ വളരെ പ്രധാനമുള്ള മുതബറക്കായ മാസമാണ്. നമ്മൾ ദുആ എപ്പോഴും വർദ്ധിപ്പിക്കണം. അപ്പൊ ഈ റജബ് മാസത്തിൽ അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞത് ആ സ്വർഗത്തിലെ സന്തോഷിക്കുന്ന ആളുടെയും മറുപടി തന്നെയാണ്, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വർഗത്ത് പോകാൻ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. നരകത്ത് പോകാനാ കുറച്ച് കൂടുതൽ പണിയെടുക്കേണ്ടത്. സ്വർഗത്തിലേക്ക് വളരെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അജബൻ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ ഇന്ന സ്വബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇന്ന സ്വബതുഹു ദറാഉ സ്വബറ ഫകാന ഖൈറൻ ലഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ മുഴുവൻ കാര്യം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുഴുവൻ കാര്യവും അവന് ഖൈറാണ്, ആഖിറത്തിൽ കൂലി കിട്ടുന്നതാണ്. ഏത് സംഗതിയും, ഭക്ഷണം കഴിക്കുന്നവരല്ലേ നമ്മള്, അല്ലേ? ഭക്ഷണം കഴിക്കുന്നവരല്ലേ? ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറഞ്ഞ, വെള്ളം കുടിക്കുമ്പോ വലത്തെ കൈ കൊണ്ട് കഴിക്കുക. ഇത് രണ്ടും നമ്മളെ കൈ തന്നെയല്ലേ? പക്ഷെ വലത്തെ കൈ കൊണ്ട് കഴിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടും. അള്ളാഹു അതബുള്ള മക്കളാക്കി തരട്ടെ. അതബുള്ളോണ്ടാണല്ലോ വലത്തേക്ക് കൊണ്ട് കഴിക്കുമ്പോൾ ഉസ്താദെ ഇടത്തേക്ക് നിങ്ങളതാ നമ്മൾ തന്നെയല്ലേ എന്ന് ചോദിക്കാതിരിക്കൽ അതബാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ നിന്ന് ഒരാൾ ഇടത്തെ കൈ കൊണ്ട് ഭക്ഷിക്കുകയാണ്. മുത്തായ തങ്ങൾ പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിക്കൂ.
വലത്തെ കൈ കൊണ്ട് കഴിക്കുന്നു. ഇയാളെ കൽബിൽ കിബർ പോയി. ഈ കേട്ടപ്പോ ഇയാൾക്ക് തോന്നി ഒരു മോശമായി. ഇയാള് പറയാണ് എനിക്ക് കഴിയൂല. ആരോട്? മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തായ തങ്ങളോട് പറയാണ് എനിക്ക് കഴിയൂല. സ്വഹാബികൾ പറയുന്നു കിബറനായതുകൊണ്ടാ, അല്ലെങ്കിൽ അയാളെ കൈക്ക് സ്വാധീനം ഇല്ലാത്തതുകൊണ്ടല്ല ഉസ്താദെ. വലത്തെ കൈക്ക് വേദന ഉണ്ട്, അതുകൊണ്ടാണ്. ഇടത്തെ കൈ കൊണ്ട് അത് കുഴപ്പമില്ല. വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ പറ്റണില്ല, അതുകൊണ്ടാണ് ഇടത്തെ കൈ കൊണ്ട് കഴിക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് തന്നെ കഴിക്കാം. അയാൾക്കൈ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. പക്ഷേ ഇയാള് പറഞ്ഞു എനിക്ക് വലത്തെ കൈ കൊണ്ട് കഴിയൂല. ഒറ്റടിക്ക് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ എന്തൊരു സ്വഭാവമാണ്. സുബ്ഹാന ജല്ല ജലാലു. തങ്ങൾ എന്ന് പറയുന്നത് വല്ലാത്ത കൃപയല്ലേ, വല്ലാത്ത മഹബത്തല്ലേ. ഒരാളോട് വെറുപ്പ് തങ്ങളെ കൽബിലില്ലല്ലോ. 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 കൊല്ലം ഞാൻ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കുറ്റക്കേട് പോലത്തെ ഒരു പ്രവർത്തനം ചെയ്തു. എന്നാൽ എന്തിനാ മോനെ അനസേ നീ അത് ചെയ്തത്? 10 കൊല്ലത്തിന്റെ ഇടയിൽ തങ്ങൾ ചോദിച്ചിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. വലിയ ഉഷാറുള്ള നാട്ടുകാരെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാ. അയാളുടെ അടുത്തേക്ക് പണിക്ക് വിളിച്ചാൽ ആൾക്ക് പോകാൻ ഭയങ്കര മടിയാ. എന്താ സംഗതി അറിയോ? തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ നാട്ടിൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് അറിയില്ല. ആനെ കൊണ്ട് മരടിപ്പിക്കുന്ന പോലെയാണ്. എന്തും പണിയെടുക്കും. വായിൽ നാവ് തീരെ ശരിയുണ്ടാവില്ല. ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും, ഇടങ്ങേറുണ്ടായിക്കൊണ്ടേ. അയാളെ വീട്ടിൽ പണിക്ക് പോകാൻ ആൾക്ക് വെറുപ്പ. അങ്ങനെ ആരും ആകരുത്. നമ്മുടെ സ്വഭാവം നന്നാകണം. അള്ളാഹു നന്നാക്കി തരട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്തില്ല, ഒരു സംഗതി ചെയ്യേണ്ടത് ചെയ്തില്ല. എന്നാ പൊന്നു മോനെ നീ എന്തേ അത് ചെയ്യാതിരുന്നത്? 10 കൊല്ലത്തിന്റെ ഇടയിൽ തങ്ങൾ ചോദിച്ചിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് സ്വഭാവം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ പറയുന്നുണ്ട്, മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസി ലൈസ ഫീ ഖൽബിക ഖിശ്ശുൻ ലി അഹദിൻ ഫഅൽ ذلك من സുന്നതി മൻ അഹ്യാ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മോനെ അനസേ, നിനക്ക് ഒരാളോടും ദുനിയാവിൽ വെറുപ്പില്ലാണ്ട് ജീവിക്കാൻ കഴിയോ? ഒരാളോട് ജീവിതത്തിൽ പകയില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് പ്രസിഡന്റിന് സെക്രട്ടറിന്റെ കുറ്റം. സുബ്ഹാനല്ലാഹ്. സെക്രട്ടറി പോകാൻ നിന്നതാണ് പ്രസിഡന്റ് കിട്ടല്ല. പ്രസിഡന്റിനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, സെക്രട്ടറിനെ പരിചയപ്പെട്ടിട്ടില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ ഉണ്ടോ പ്രസിഡന്റിന്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞിട്ടില്ല. വേണ്ടെങ്കിൽ അടുത്ത ജനബോഡിക്ക് മാറ്റിക്കോ, പക്ഷെ ഓർക്കാമീൻ പറയാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാറ്റിക്കോന്ന് ഞാൻ തമാശക്ക് പറഞ്ഞത്. അള്ളാഹു തആല വലിയ ആഫിയത്തും സന്തോഷവും ദീർഘായുസ്സും കൊടുക്കട്ടെ. അല്ല ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി തമാശ പറഞ്ഞത്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ആഫിയത്ത് നമ്മളെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും. പേരെന്തേനും? സയ്യിദ് മുഹമ്മദ്. മാഷാ അല്ലാഹ്. അല്ലാഹുവേ വലിയ സന്തോഷം നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സുള്ള ഒരുപാട് കാലം ഈ മഹല്ലിനും നമ്മുടെ പരിസര സംവിധാനങ്ങൾക്കെല്ലാം വലിയ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും, അവർക്ക് സഹകരിക്കാൻ നാട്ടുകാർക്ക് മുഴുവനും നീ തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. വലിയ നിഅമത്തും വലിയ ബറക്കത്തും വലിയ സന്തോഷവും നൽകണം റഹ്മാനെ. വലിയ ഖൈറ്, വലിയ സന്തോഷം, വലിയ ബറക്കത്ത് നീ ജീവിതത്തിൽ നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞത് കൈകൊണ്ട് ഭക്ഷിക്കുന്നവനോട് വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്ക്. അപ്പൊ ഇടത്തേക്ക് അപ്പൊ ലാസ്റ്റ് ഞാൻ കഴിയൂല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ ഭയങ്കര വേദന വന്നുപോയി. അപ്പൊ തങ്ങളെ സ്വഭാവം പറഞ്ഞത്, തങ്ങളെ സ്വഭാവം ഒരാളോടും തങ്ങൾ വെറുപ്പ് പ്രകടിപ്പിക്കൂല, ഒരാളോടും തങ്ങൾ വിദ്വേഷം കാണിക്കൂല, ഒരാളോടും തങ്ങൾ ഒരു കറുത്ത മുഖം കാണിക്കൂല. അത്ര നല്ല സ്വഭാവമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.